ഇന്ന് ജൂലൈ 27 മുരളിയിൽ ബാബ നിരാകാരനായ ബാബയിലുള്ള ഒരു സംസ്കാരത്തെ ധാരണ ചെയ്യുവാൻ പറയുന്നു. ഭാഗ്യവിധാതാവായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 27/7/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, മുഴുവൻ ലോകത്തിലും നിങ്ങളെപ്പോലെ ഭാഗ്യശാലി ആരുമില്ല. നിങ്ങൾ രാജഋഷിയാണ്. നിങ്ങൾ രാജപദത്തിനു വേണ്ടി രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം: നിരാകാരനായ ബാബയിലുള്ള ഏതൊരു സംസ്കാരം സംഗമത്തിൽ കുട്ടികളായ നിങ്ങളും ധാരണ ചെയ്യുന്നു? ഉത്തരം: നിരാകാരനായ ബാബയിൽ ജ്ഞാനത്തിൻ്റെ സംസ്കാരമുണ്ട്. ആ ഒന്ന് നിങ്ങളെ ജ്ഞാനം കേൾപ്പിച്ച് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു. അതിനാൽ ആ ഒന്നിനെ ജ്ഞാനത്തിൻ്റെ സാഗരം, പതീത പാവനൻ എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങളും ഇപ്പോൾ ആ സംസ്കാരം ധാരണ ചെയ്യുന്നു. നിങ്ങൾ ലഹരിയോടെ പറയുന്നു, നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. നമ്മൾ ആ ഒന്നിൽ നിന്നും കേട്ട് കേൾപ്പിക്കുന്നു. ഗീതം ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഈ ഗീതം കേട്ടു. ഈ മഹിമ ആരുടേതാണ്? ഒരു ബാബയുടെ. ശിവായ നമ. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണല്ലോ. കുട്ടികൾക്കറിയാം അത് നമ്മുടെ അച്ഛനാണ്. നമ്മൾ എല്ലാവരും അച്ഛനാണ് എന്നല്ല, മുഴുവൻ ലോകവും ബ്രദർഹുഡ് ആണ് എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. സന്യാസിമാർ അഥവാ വിദ്വാൻമാർ പറയുന്നതനുസരിച്ച് ഈശ്വരൻ സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ ഫാദർഹുഡ് ആയി പോകുന്നു. ബ്രദർ ആകുന്നതിലൂടെ പിതാവ് സിദ്ധമാകുന്നു. ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. ഫാദർഹുഡ് ആണെങ്കിൽ പിന്നെ സമ്പത്തിൻ്റെ കാര്യമേ ഇല്ല. കുട്ടികൾക്കറിയാം നമ്മൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ഒന്നാണ്. ആ ഒന്നിനെ തന്നെയാണ് വേൾഡ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. വേൾഡിൽ ആരാണുള്ളത്? എല്ലാവരും ബ്രദേഴ്സാണ്, ആത്മാക്കളാണ്. സർവരുടെയും ഗോഡ് ഫാദർ ഒന്ന് തന്നെയാണ്. ആ ബാബയോട് എല്ലാവരും അപേക്ഷിക്കുന്നു. ഒന്നിൻ്റെ തന്നെ ആരാധന അഥവാ പൂജ ഉണ്ടാകേണ്ടതാണ്. അതാണ് സദോ പ്രധാന പൂജ. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്നതും മനസ്സിലാക്കിച്ചു തന്നു. ബാബ ജ്ഞാനം നൽകുന്നു സദ്ഗതിക്ക് വേണ്ടി. സദ്ഗതി എന്ന് പറയുന്നത് ജീവൻ മുക്തി ധാമത്തെയാണ്. ഇത് ആത്മാവിന് ബുദ്ധിയിൽ ധാരണ ചെയ്യണം. നമ്മുടെ വീട് ശാന്തിധാമമാണ്. അതിനെ മുക്തിധാമമെന്നും നിർവാണധാമമെന്നും പറയുന്നു. ഏറ്റവും നല്ല നാമമാണ് ശാന്തിധാമം. ഇവിടെയാണെങ്കിൽ ഓർഗൻസ് ഉള്ളത് കാരണം ആത്മാവ് ടോക്കിയിൽ ഇരിക്കുന്നു, സംസാരിക്കേണ്ടി വരുന്നു. സൂക്ഷ്മവദനത്തിലുള്ളതാണ് മൂവി. സൂചനയിലൂടെ സംസാരം നടക്കുന്നു, ശബ്ദമുണ്ടായിരിക്കുന്നില്ല. 3 ലോകങ്ങളെയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു: മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനം. ബുദ്ധിയിൽ ഇത് നല്ല രീതിയിൽ ഇരിക്കുന്നു. ഈ സൃഷ്ടി ചക്രം തിരിയുന്നു എന്ന് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് തന്നെയാണ് പാടപ്പെടുന്നത്. അതിനെ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്ന് പറയുന്നു. മനുഷ്യർ തന്നെ ആയിരിക്കുമല്ലോ അതറിയുക. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കേൾപ്പിക്കുന്നു. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെ റിപ്പീറ്റ് ആകുന്നു അതറിയുന്നു. ഈ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകുന്നു. ദേവതമാർ സമ്പൂർണ്ണ നിർവികാരിയാണ് എന്ന് പാടുന്നുമുണ്ട്. ലക്ഷ്മി നാരായണന്റെ ചിത്രമുണ്ടല്ലോ. അവർ സമ്പൂർണ്ണ നിർവികാരിയായും സ്വയം സമ്പൂർണ്ണ വികാരിയായും പറയുന്നു. സത്യയുഗത്തിൽ സമ്പൂർണ്ണ നിർവികാരിയാണ് അഥവാ സമ്പൂർണ്ണ പാവനമാണ്. കലിയുഗത്തിൽ സമ്പൂർണ്ണ വികാരിയാണ്, സമ്പൂർണ്ണ പതീതമാണ്. ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. ഇത് ബാബ തന്നെ വന്ന് ബുദ്ധിയിൽ ഇരുത്തുന്നു. മറ്റാർക്കും അറിയില്ല. അവരാണെങ്കിൽ സത്യയുഗത്തിന്
നീണ്ട സമയം നൽകിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷം മുമ്പ് സത്യുഗമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആരുടെയും ബുദ്ധിയിൽ ഈ കാര്യം വരുന്നതേയില്ല. ഇപ്പോൾ കുട്ടികൾക്കറിയാം, നമ്മൾ ഇപ്പോൾ സമ്പൂർണ്ണ വികാരിയിൽ നിന്നും സമ്പൂർണ്ണ നിർവികാരി ആയിക്കൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ പതീതത്തിൽ നിന്നും സമ്പൂർണ്ണ പാവനമാകണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആത്മാവിൽ തന്നെയാണ് മാലിന്യം ചേർന്നിരിക്കുന്നത്. ഗോൾഡൻ ഏജിൽ നിന്നും ഇപ്പോൾ അയൺ ഏജ് ആയിരിക്കുന്നു. ഇത് ആത്മാവുമായി താരതമ്യം ചെയ്യുന്നതാണ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. കുട്ടികളായ നിങ്ങൾ വളരെയധികം ഭാഗ്യശാലിയാണ്. നിങ്ങളെപ്പോലെ ഭാഗ്യശാലികൾ മറ്റാരുമില്ല. ഇപ്പോൾ നിങ്ങൾ രാജയോഗത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ രാജഋഷിയാണ്. രാജപദത്തിനു വേണ്ടി എപ്പോഴെങ്കിലും എന്തെങ്കിലും പഠനമുണ്ടോ? ബാരിസ്റ്റർ ആക്കും. എന്നാൽ വിശ്വത്തിൻ്റെ മഹാരാജാവ് ആരാക്കും? ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ആക്കുവാൻ സാധിക്കില്ല. ഇവിടെ മഹാരാജാവായി ആരുമില്ല. സത്യയുഗത്തിൽ തീർച്ചയായും ആവശ്യമാണ്. ആർക്കെങ്കിലും തീർച്ചയായും വരേണ്ടി വരും. ബാബ പറയുന്നു, ഞാൻ വരുന്നത് ഭക്തി പൂർത്തിയാകേണ്ട സമയത്താണ്. ഇപ്പോൾ ഭക്തി പൂർത്തിയായി. മറ്റൊരു കാര്യവും ഇതിൽ എടുക്കുവാനേ സാധിക്കില്ല. നമ്മളെ ബാബ ഇരുന്ന് പഠിപ്പിക്കുന്നു. ഈ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. ആത്മാക്കളായ നമ്മളെ നിരാകാരനായ ബാബ പരംപിത പരമാത്മാ ശിവൻ പഠിപ്പിക്കുന്നു. ശിവനെ ആരും അറിയുന്നതേയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വീണ്ടും സ്വർഗത്തിൻ്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെ മഹാരാജൻ ശ്രീനാരായണൻ എന്നും മഹാറാണി ശ്രീലക്ഷ്മി എന്നും പറയുന്നു. ഭക്തി മാർഗത്തിൽ സത്യനാരായണന്റെ കഥ കേൾപ്പിക്കുന്നു. അമരകഥയും മൂന്നാമത്തെ നേത്രത്തിൻ്റെ കഥയും. ബാബ മൂന്നാമത്തെ നേത്രവും നൽകുന്നു. നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ കഥ കേൾപ്പിക്കപ്പെടുന്നു. അതേ കാര്യങ്ങൾ പാസ്റ്റ് ആകുന്നു. അത് വീണ്ടും ഭക്തി മാർഗത്തിൽ ഉപയോഗത്തിൽ വരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. നമ്മൾ അവകാശികളാണ്. ഭഗവാൻ സ്വർഗത്തിൻ്റെ രചയിതാവാണല്ലോ. നമ്മൾ ഭഗവാന്റെ സന്താനമാണ്. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ എന്തുകൊണ്ട് കാണില്ല? കലിയുഗത്തിൽ എന്തുകൊണ്ടായിരിക്കുന്നു? പരംപിത പരമാത്മാവ് പുതിയ ലോകം രചിക്കുന്നു. പഴയ ലോകം ഭഗവാൻ രചിക്കുന്നൊന്നുമില്ല. ആദ്യം പുതിയ ലോകം ഉണ്ടാക്കുന്നു. അതിനുശേഷം പഴയതിനെ പൊട്ടിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ സത്യയുഗത്തിലേക്ക് വേണ്ടി രാജ്യം നേടിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ആരാണ് ഉണ്ടായിരിക്കുക? ഈ ലക്ഷ്മി നാരായണന്റെ ഡിനസ്റ്റി ഉണ്ടാകും. മറ്റ് രാജാക്കന്മാരും ഉണ്ടാകുമല്ലോ. അവരുടെ അടയാളമാണ് വിജയമാല. കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ വിജയമാലയിൽ കോർക്കപ്പെടുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ആർക്കും മാലയുടെ അർത്ഥം അറിയില്ല. ഇതെന്തുകൊണ്ട് പൂജിക്കുന്നു? മുകളിലെ പുഷ്പം ആരാണ്? മാല തിരിച്ച് തിരിച്ച് പിന്നെ പുഷ്പത്തെ നമസ്കരിക്കുന്നു. വീണ്ടും മാല തിരിക്കും. മാലയിരുന്ന് സ്മരിക്കുന്നു. എവിടെയും പുറത്ത് ചിന്തകൾ പോകാതിരിക്കാൻ ഉള്ളിൽ രാമരാമ എന്ന ധ്വനി ഉണ്ടാക്കുന്നു. വാദ്യം മുഴക്കുന്നത് പോലെ വളരെയധികം പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. പിന്നെ വളരെയധികം ഭക്തി ചെയ്യുന്നവർ കേവലം ഒരു വികർമ്മവും ചെയ്യുകയില്ല. വളരെയധികം ഭക്തി ചെയ്യുന്നവരെക്കുറിച്ച് ഇവർ സത്യവാദി ആയിരിക്കും എന്ന് മനസ്സിലാക്കും. ക്ഷേത്രത്തിൽ മാല വെച്ചിട്ടുണ്ടാകും. മാല തിരിച്ചുകൊണ്ട് മുഖത്തിലൂടെ രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വളരെയധികം ആൾക്കാർ മനസ്സിലാക്കുന്നു, ഭക്തിയിൽ പാപമുണ്ടാകുന്നില്ല. നൗദാഭക്തിയിലൂടെ മനുഷ്യർ മുക്തമാകുന്നു എന്ന് പറയുന്നു. എന്നാൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇത് ഒരു നാടകമാണ്. അതിൽ സദോ പ്രധാനം, സദോ രജോ തമോയിലേക്ക് സർവർക്കും വരിക തന്നെ വേണം. തിരികെ ഒരാൾക്ക് പോലും പോകേണ്ടതില്ല. മുകളിലെ സ്ഥാനം ശൂന്യമാകുന്നത് പോലെ.
അതേപോലെ ഇവിടെയും വളരെയധികം സ്ഥലം ശൂന്യമാകും. ഡൽഹിയുടെ അടുക്കൽ മധുരമായ നദികളിൽ രാജധാനി ഉണ്ടായിരിക്കും. സമുദ്രത്തിൻ്റെ ഭാഗത്തായിരിക്കില്ല. ഈ ബോംബെയും മറ്റും കാണില്ല. അതാണെങ്കിൽ ആദ്യം മത്സ്യബന്ധന പ്രദേശമായിരുന്നു. മീൻ പിടിക്കുന്നവർ അവിടെ വസിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ സമുദ്രത്തെ എത്ര വറ്റിച്ചിരിക്കുന്നു. എങ്കിലും മത്സ്യബന്ധന പ്രദേശം ഉണ്ടാകും. സത്യയുഗത്തിലാണെങ്കിൽ ബോംബെ ഉണ്ടായിരിക്കില്ല. അവിടെ പർവ്വതങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവിടെ പോകേണ്ട ആവശ്യം തന്നെയില്ല. ഇവിടെ മനുഷ്യർ ക്ഷീണിക്കുന്നു, അപ്പോൾ പോയി റെസ്റ്റ് എടുക്കുന്നു. സത്യയുഗത്തിൽ ക്ഷീണിക്കുന്നതിൻ്റെ ഒരു പ്രകാരത്തിലുമുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ സ്വർഗവാസിയായി മാറുന്നു. അംശം പോലും പ്രയാസമുണ്ടായിരിക്കില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. ബാബ പറയുന്നു, മധുരമായ ഓമന മക്കളെ, ശരീര നിർവാഹാർത്ഥം തൊഴിലും മറ്റും ചെയ്യണം. സ്കൂളിൽ സ്റ്റുഡൻറ് പഠിച്ച് പിന്നെ വീട്ടിൽ പോയി പഠിക്കുന്നു. വീട്ടിലെ ജോലി കാര്യങ്ങളും ചെയ്യുന്നു. ഇതും ഇങ്ങനെ തന്നെ. ഈ പഠനത്തിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. ആ പഠനത്തിൽ എത്ര സബ്ജക്ട്സ് ഉണ്ട്? ഇവിടെയാണെങ്കിൽ ഒരു പഠനം ഒരേ ഒരു പോയിന്റുമാണ്, മന്മനാഭവ. ഇതിലൂടെ നിങ്ങളുടെ പാപം നശിക്കും. ഭഗവാൻ ഉവാചയാണല്ലോ. അവർ മനസ്സിലാക്കുന്നു ഭഗവാൻ ഗീത ദ്വാപരയിൽ കേൾപ്പിച്ചു എന്ന്. എന്നാൽ ദ്വാപരയിൽ കേൾപ്പിച്ചിട്ട് എന്തു ചെയ്യുവാനാണ്? കൃഷ്ണന്റെ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ യുദ്ധം ഒരു നിമിത്തമാണ്. എല്ലാവരും മരിക്കും. അപ്പോൾ തിരികെ മുക്തി, ജീവൻ മുക്തിയിലേക്ക് പോകും. യുദ്ധത്തിൽ മാത്രമായിരിക്കില്ല മരിക്കുന്നത്. അനേകം പ്രകാരത്തിലുള്ള കലാമിറ്റീസ് ഉണ്ടാകും. കുട്ടികൾക്ക് ദുഃഖമൊന്നും ഉണ്ടാകുവാൻ പാടില്ല. മനുഷ്യന് ഹാർട്ട് ഫെയിൽ ആകുമ്പോൾ അതിൽ ഒരു ദുഃഖവും ഉണ്ടാകുന്നില്ല. മൃത്യു അങ്ങനെയാണ്. ഇരിക്കവേ തന്നെ ഹാർട്ട് ഫെയിലായി കഴിഞ്ഞു. ഡോക്ടർ വരുമ്പോഴേക്കും ആത്മാവ് പോകുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുടെയും മൃത്യു ഉണ്ടാകേണ്ടതുണ്ട്. പിന്നീട് ഹോസ്പിറ്റലോ ഡോക്ടറോ ഉണ്ടായിരിക്കില്ല. സംസ്കാര കർമ്മങ്ങൾ ചെയ്യുന്നവർ ഉണ്ടാകില്ല. ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. എല്ലാവരുടെയും പ്രാണൻ ശരീരത്തിൽ നിന്നും പോകും. പെരുമഴ പെയ്യും. മൃത്യു ഉണ്ടാകാൻ ഒട്ടും സമയമെടുക്കില്ല. മനുഷ്യർ ഒറ്റയടിക്ക് മരിച്ചു പോകും വിധത്തിലുള്ള ബോംബുകൾ തയ്യാറാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബോംബിൻ്റെ ഇംപ്രൂവ്മെൻറ്റും വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഡ്രാമയിൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. കൽപ്പകൽപ്പങ്ങളിൽ വിനാശമുണ്ടാകും. സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. ബാബയ്ക്ക് തന്നെ വന്ന് ജ്ഞാനം നൽകേണ്ടതുണ്ട്. സ്ഥാപന നടന്നു കഴിയുമ്പോൾ പിന്നെ ജ്ഞാനത്തിൻ്റെ കാര്യമേ ഉണ്ടായിരിക്കില്ല. പിന്നെ എപ്പോൾ രാവണരാജ്യം ആരംഭിക്കുന്നു അപ്പോൾ ഭക്തി ആരംഭിക്കുന്നു. ഇപ്പോൾ ഭക്തി പൂർത്തിയാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് യോഗബലത്തിലൂടെ പാവനമാകേണ്ടതുണ്ട്. പാവനം ആകുന്നതിലൂടെ തന്നെയാണ് സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും പോകുവാൻ സാധിക്കുന്നത്. ചാർട്ട് വെക്കേണ്ടി വരും. നമുക്ക് ബാബയെ ഓർമ്മിച്ച് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ഇവിടെ ആകേണ്ടതുണ്ട് എന്നത് മനസ്സിലായി കഴിഞ്ഞു. ഇങ്ങനെ ഒരു ശാസ്ത്രങ്ങളിലും എഴുതപ്പെട്ടിട്ടില്ല. കുട്ടികൾ ഗീതം കേട്ടു. ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. അതിൽ ഭാരതവാസികൾ വീണ്ടും രാജാക്കന്മാരുടെയും രാജാവാകുന്നു. രാജാക്കന്മാരുടെയും രാജാവ് അഥവാ മഹാരാജാവാകുന്നു. പിന്നീട് ത്രേതയിലുള്ളത് രാജാവും റാണിയുമാണ്. പിന്നെ ആരാണോ പൂജ്യ മഹാരാജ മഹാറാണിയായിരുന്നത് അവർ ദ്വാപരയിൽ വാമമാർഗത്തിൽ വന്ന് പൂജാരിയാകുന്നു. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയുമാകുന്നു. ബാബ പറയുന്നു, ഞാൻ പൂജാരിയാകുന്നില്ല. ദേവതമാർ പൂജ്യരാകുന്നു, ഞാനാകുന്നില്ല.
ഞാൻ പൂജാരിയും ആകുന്നില്ല. ഭാരതവാസികൾ ദേവീ ദേവതമാരുടെ തന്നെ ക്ഷേത്രമുണ്ടാക്കി അവരെ പൂജിക്കുന്നു. ലക്ഷ്മി നാരായണൻ ആദ്യം പൂജ്യരായിരുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ അവർ തന്നെ ശിവബാബയുടെ പൂജാരിയാകുന്നു. മഹാരാജാവും മഹാറാണിയുമാക്കി മാറ്റിയ ശിവബാബയുടെ ക്ഷേത്രം പിന്നെ ഉണ്ടാക്കി പൂജ ചെയ്യുന്നു. ആരും ഒറ്റയടിക്ക് വികാരിയുമാകുന്നില്ല, പതുക്കെ പതുക്കെയാണ് ആകുന്നത്. ദേവതമാരുടെ വാമമാർഗത്തിൻ്റെ അടയാളവും കാണിക്കുന്നു. ആരാണോ പൂജ്യ ലക്ഷ്മി നാരായണനായിരുന്നത് അവർ തന്നെ പിന്നെ പൂജാരിയായി മാറുന്നു. ആദ്യം ശിവന്റെ ക്ഷേത്രമുണ്ടാക്കുന്നു. ആ സമയത്താണെങ്കിൽ വജ്രങ്ങൾ കട്ട് ചെയ്ത് ലിംഗമുണ്ടാക്കുന്നു പൂജിക്കുന്നതിനായി. പരമാത്മാവ് ചെറിയൊരു ബിന്ദുവാണ് എന്നത് ആർക്കും അറിയില്ല. ഇത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. വലിയ ലിംഗമൊന്നുമല്ല. ക്ഷേത്രമാണെങ്കിൽ ധാരാളം ഉണ്ടാക്കും. രാജാവിനെ കണ്ട് പ്രജകളും അങ്ങനെ ചെയ്യും. ആദ്യം ശിവബാബയുടെ പൂജ ഉണ്ടാകുന്നു. അതിനെ പറയുന്നത് അവ്യഭിചാരി സദോ പ്രധാന പൂജ. പിന്നെ സദോ രജോ തമോയിലേക്ക് വരുന്നു. നിങ്ങൾ രജോ തമോയിലേക്ക് വന്നപ്പോൾ പേര് തന്നെ ഹിന്ദു എന്ന് വെച്ചു. യഥാർത്ഥത്തിൽ ദേവീ ദേവന്മാരായിരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിലേതാണ്. എന്നാൽ നിങ്ങൾ വളരെ പതീതമായി പോയി. അതിനാൽ സ്വയം ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല, കാരണം അപവിത്രമാണ്. ഹിന്ദു എന്ന നാമം വളരെ വൈകിയാണ് വയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെ പൂജ്യരായിരുന്നു. ഇപ്പോൾ സംഗമയുഗത്തിൽ പൂജ്യരുമല്ല പൂജാരിയുമല്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ശ്രീമത്ത് അനുസരിച്ച് പൂജ്യരായിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെയും ആക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണരാണ്. നിങ്ങളുടെ ആത്മാവ് പവിത്രമാകുന്നു. പൂർണ്ണമായും പവിത്രമാകുമ്പോൾ ഈ പഴയ വസ്ത്രം ഉപേക്ഷിക്കേണ്ടി വരും. ബാബ പറയുന്നു, തീർത്തും സഹജമാണ്. വൃദ്ധരായ മാതാക്കൾക്ക് ധാരണ ഉണ്ടാകുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ആത്മാവാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവിൽ തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരമുള്ളത്. ആത്മാവ് ഏതൊരു കർമ്മം ചെയ്തോ അത് അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടതുണ്ട്. ബാബയും ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ബാബ പറയുന്നു, ഹേ കുട്ടികളെ, ആത്മാഭിമാനിയാകൂ. നിരാകാരനായ ശിവബാബ നിരാകാരി ആത്മാക്കളെ പഠിപ്പിക്കുന്നു. നിരാകാരനായ ബാബയിൽ ജ്ഞാനത്തിൻ്റെ സംസ്കാരമുണ്ട്. ശരീരമാണെങ്കിൽ ആ ഒന്നിനില്ല. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനുമാണ്. ആ ഒന്നിൽ എല്ലാ ഗുണങ്ങളുമുണ്ട്. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങൾ കുട്ടികളെ പാവനമാക്കുന്നു. എത്ര സഹജമായ യുക്തിയാണ്. വാക്കും ഒന്നാണ്, മന്മനാഭവ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ് എന്നതും അറിയാം. പിന്നെ സൂര്യവംശി, ചന്ദ്രവംശി, വൈശ്യർ, ശൂദ്രവംശിയാകും. നമ്മൾ തന്നെയാണ് ഈ 84ന്റെ ചക്രത്തിൽ വരുന്നത്. മുകളിൽ നിന്നും താഴേക്കിറങ്ങും, പിന്നെ ബാബ വരും. തീർച്ചയായും ഈ സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സൃഷ്ടി പഴയതാകുമ്പോൾ പിന്നെ ബാബ വരുന്നു പുതിയതാക്കുവാൻ. ഇതാണെങ്കിൽ ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഈ ചക്രം ബുദ്ധിയിൽ തിരിയണം. ഇപ്പോൾ നിങ്ങൾ സ്വദർശന ചക്രധാരിയാകുന്നു. അതിലൂടെ പിന്നെ പോയി ചക്രവർത്തി രാജാവാകും. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാപിതാ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശ്രീമത്ത് അനുസരിച്ച് പൂജ്യരാകണം. ആത്മാവിൽ ഏതൊരു പഴയ സംസ്കാരം വന്നുപോയോ അതിനെ ജ്ഞാനയോഗത്തിലൂടെ സമാപ്തമാക്കണം. സമ്പൂർണ്ണ നിർവികാരിയാകണം. ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യുമ്പോഴും പഠനം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. യോഗബലത്തിലൂടെ പാവനമായി രാജപദം നേടണം. വരദാനം: തൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ
മായയെ സ്വയം തൻ്റെ മുന്നിൽ കുനിയിക്കുന്ന ഹയസ്റ്റ് പദവിയുടെ അധികാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ മഹാൻ ആത്മാക്കൾ ഒരിക്കലും ആരുടെയും മുന്നിൽ കുനിയുന്നില്ല, അവരുടെ മുന്നിൽ എല്ലാവരും കുനിയുന്നു. അതേപോലെ ബാബയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർവശ്രേഷ്ഠ ആത്മാക്കളായ നിങ്ങൾക്ക് എവിടെയും ഏത് പരിതസ്ഥിതിയിലും മായയുടെ ഭിന്ന ഭിന്ന ആകർഷിക്കുന്ന രൂപങ്ങൾക്ക് മുന്നിൽ സ്വയം തന്നെ കുനിയിക്കാൻ സാധിക്കില്ല. എപ്പോഴാണോ ഇപ്പോൾ മുതൽ സദാ കുനിയിക്കുന്നതിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ ഹയസ്റ്റ് പദവിയുടെ അധികാരം പ്രാപ്തമാകും. ഇങ്ങനെയുള്ള ആത്മാക്കളുടെ മുന്നിൽ സത്യയുഗത്തിൽ പ്രജകൾ സ്വമാനത്തോടെ കുനിയും. ദ്വാപരയിൽ താങ്കളുടെ സ്മാരകത്തിന് മുന്നിൽ ഭക്തർ കുനിഞ്ഞുകൊണ്ടിരിക്കും. സ്ലോഗൻ: കർമ്മത്തിൻ്റെ സമയത്ത് യോഗത്തിൻ്റെ ബാലൻസ് ശരിയായിരിക്കണം, അപ്പോൾ കർമ്മയോഗി എന്ന് പറയും. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. പല കുട്ടികളും പറയുന്നു, എപ്പോഴാണോ യോഗത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ആത്മാഭിമാനി ആകുന്നതിന് പകരം സേവനം ഓർമ്മ വരുന്നു. എന്നാൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം ലാസ്റ്റ് സമയത്ത് അഥവാ അശരീരി ആകുന്നതിന് പകരം സേവനത്തിൻ്റെയും സങ്കല്പം നടക്കുകയാണെങ്കിൽ സെക്കൻഡിലെ പേപ്പറിൽ ഫെയിലായി പോകും. ആ സമയത്ത് ബാബയല്ലാതെ നിരാകാരി, നിർവികാരി, നിരഹങ്കാരി എന്നതല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ പാടില്ല. സേവനത്തിലാണെങ്കിൽ പോലും സാകാരത്തിലേക്ക് വന്നു പോകും. അതിനാൽ ഏത് സമയത്ത് എന്ത് ആഗ്രഹിക്കുന്നുവോ ആ സ്ഥിതി ഉണ്ടാകണം. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ
ആത്മാക്കളിൽ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറുന്നു.